കേരളത്തിലെ ക്ഷീരകർഷകർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന കാലിത്തീറ്റ ചെലവ്. ഉൽപാദന ചെലവുമായി നോക്കുമ്പോൾ വിലവർധന, കാലിത്തീറ്റയുടെ വിലവർധന പശു വളർത്തൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. എന്നാൽ ഇതിനെ പരിഹരിക്കാൻ, ചെറിയ രീതിയിലെങ്കിലും പരിഹരിക്കുവാൻ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ, മലയോര പ്രദേശത്ത് ഇഷ്ടംപോലെ ലഭിക്കുന്ന മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ വരെയുള്ള മാസങ്ങളിൽ ധാരാളമായി പ്ലാവിൽ ചക്ക ലഭിക്കുന്നതാണ്. ഈ ചക്ക കാലിത്തീറ്റയുടെ ഒരു പ്രധാന ഭാഗമായി കൊടുത്താൽ ഓക്കയുടെ അളവ് അല്ലെങ്കിൽ കൃത്രിമ കാലിത്തീറ്റകൾ ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ട് ഉൽപാദന ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ചെയ്യുന്ന ചില രീതികൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഒക്കെ ചക്ക നാലായി കീറി പശുക്കളുടെ മുന്നിൽ നേരിട്ട് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതിനേക്കാൾ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് ചക്ക ഇതുപോലെ നാലായി കീറി ഒരു മുട്ടിയിൽ വെച്ച് വെട്ടി അറിഞ്ഞതിന് ശേഷം അല്പം കല്ലുപ്പ് അതിന് മേലെ വിതറുക. ഒരു പിടി കല്ലുപ്പ്. ചക്കയുടെ പഴം ഒരു കാരണവശാലും പശുവിന് കൊടുക്കാൻ പാടില്ല. പാലുൽപാദനത്തിൽ വർധന ഉണ്ടാകുവാൻ ഇതുപോലെ ഒരു കൊട്ട അരിഞ്ഞ് അല്ലെങ്കിൽ വെട്ടി ഒരുക്കിയ ചക്കയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പശുവിനുള്ള അളവാണ്. കൂടുതൽ ചക്ക കൊടുത്താൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഈ ചക്ക കൊടുത്താൽ അത് ചാണകമൊക്കെ അല്പം ലൂസായിട്ട് പോകും. രാവിലെ കറവയ്ക്കും തൊഴുത്ത് വൃത്തിയാക്കാനും ഒക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രയോജനമുണ്ട്. മലയോര മേഖലകളിൽ ചക്കയുള്ളവരൊക്കെ ഈ കാലഘട്ടത്തിൽ ചക്ക വെറുതെ നഷ്ടപ്പെടുത്താതെ പരമാവധി പശു വളർത്തുന്നവർ പശുക്കൾക്ക് വെട്ടിയറിഞ്ഞ് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ കറവ പശുക്കൾ വളരെ ഉത്സാഹത്തോടെ ഈ ഫുഡ് കഴിക്കുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ ഓക്കേക്കാളൊക്കെ വളരെ ആർത്തിയോടെ കഴിക്കുന്നത് ചക്കയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ഞാൻ തോട്ടിയെടുക്കുന്ന കണ്ടാൽ പശു കൂട്ടിൽ കരയാൻ തുടങ്ങും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്ക. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത് രാവിലെ തന്നെ കൊടുക്കണം. ഓക്ക കൊടുത്തതിന് ശേഷം, ഓക്കയും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം പരമാവധി രാവിലെ ചക്ക കൊടുക്കണം. അതിനുശേഷം അത് ദഹനത്തിനൊക്കെ നല്ലതാണ്. അതിനുശേഷം പുല്ല് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. കറവ പശുക്കൾക്ക് ഫുഡായിട്ട് ചക്ക ഉൾപ്പെടുത്തിയാൽ നന്നായി പാലുൽപാദനം വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം പശുക്കളുടെ ആരോഗ്യം ഈ 3 മാസം ചക്ക കൊടുത്താൽ ഈ സമയങ്ങളിൽ നന്നായി പശുവിന് ആരോഗ്യം ലഭിക്കുന്നതാണ്. വളരെ ഉചിതമായിട്ടുള്ളത് ഈ മൂത്ത ചക്ക കൊടുക്കാതെ കൊത്തച്ചക്ക, അതായത് പിഞ്ച് ചക്ക ആണ് ഏറ്റവും ഉത്തമം. പിഞ്ച് ചക്ക ലഭിക്കാത്തപ്പോൾ മൂത്തതിനും കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ചക്കപ്പഴം ഉൾപ്പെടുത്താൻ പാടില്ല.